നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാമിനെ യമാൽ ഇന്നലെ ലോറിസ് അവാർഡ് വേദിയിൽ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം വാങ്ങി. ബ്രസീലിന് ഇതിഹാസം കാഫു ആണത് സമ്മാനിച്ചത്. കാഫു യമാലിനൊരു ഉപദേശം കൊടുക്കുന്നു. അതുപോലെ നെയ്മറുമായിട്ടുള്ള യമാലിൻ്റെ സിമിലാരിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതിഹാസ താരത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും യമാൽ ഇതുപോലെ തുടരണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറയുക. ഒരു കാര്യത്തിൽ അവൻ മാറ്റം വരുത്തരുത് എന്നെനിക്ക് പറയാനുണ്ട്. അത് അവൻ ഫുട്ബോൾ എൻജോയ് ചെയ്യുന്നതാണ്. ഫുട്ബോൾ എൻജോയ് ചെയ്യുന്നത് തുടരണം. അതാണ് കാഫുവിൻ്റെ ഉപദേശം. പലപ്പോഴും നമ്മൾക്ക് കാണുന്നുണ്ടല്ലോ, ക്ലിനിക്കൽ ഫുട്ബോളിൻ്റെ ആ ഒരു യാന്ത്രികതയിലേക്ക് മാറുമ്പോൾ കളി ആസ്വദിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്ന സ്പെഷ്യൽ പ്ലെയേഴ്സിനെ നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്തരത്തിൽ സ്പെഷ്യൽ പ്ലെയറാണ് യമാൽ. അത് തുടരണം. അവൻ കളി ആസ്വദിക്കുന്നത് തുടരണം എന്നാണ് ഇതിഹാസ താരം കഫുവിൻ്റെ ഒരു ഉപദേശം. പിന്നെ കഫു നെയ്മർ അതുപോലെ ലാമിനെ യമാൽ സിമിലാരിറ്റിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, നെയ്മർ ലാമിൻ്റെ അതേ സ്റ്റൈലിലാണ് ചെറിയ പ്രായത്തിൽ കളിച്ചിരുന്നത്. നെയ്മർ യങ് ആയപ്പോൾ, വെൻ ഹി വാസ് യങ്, നെയ്മർ യൂസ്ഡ് ടു പ്ലേ ഇൻ ദി സെയിം സ്റ്റൈൽ ആസ് ലാമിനെ യമാൽ. അതായത് ആ ഒരു ബോൾഡ്നെസ്, ഡ്രിബ്ലിങ്ങുകൾ, എതിരാളികളെ ടേക്ക് ഓൺ ചെയ്യാനുള്ള ലാക്ക് ഓഫ് ഫിയർ, ഒരു പേടിയും ഇല്ലാതെ കളിക്കുക, കളി എൻജോയ് ചെയ്തു പോവുക, ഇതൊക്കെ നെയ്മറിൽ നമ്മൾ കണ്ടതാണ്. ഐ സി എ ക്ലിയർ സിമിലാരിറ്റി ബിറ്റ്വീൻ ദം. അവർക്കിടയിൽ കൃത്യമായ വ്യക്തമായ ഒരു സാമ്യത ഞാൻ കാണുന്നുണ്ട് എന്ന് കൂടി കാഫു പറയുന്നു. ഏതായാലും ലാമിനെ യമാലും അങ്ങനെ തന്നെയാണ് നെയ്മർ ജൂനിയറെ കോപ്പി ചെയ്യാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നത്. അദ്ദേഹം തന്നെ അത് പലവട്ടം പറഞ്ഞതാണ്. നെയ്മറുടെ കളിയൊക്കെ ചെറിയ പ്രായത്തിൽ യൂട്യൂബിലൊക്കെ വീണ്ടും കണ്ട് അതുപോലെ ചെയ്യാൻ വേണ്ടി താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന്. നെയ്മറാണ് തൻ്റെ ഏറ്റവും വലിയ ഐഡൽ എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് യമാൽ. പിന്നെ അവരുടെ കളിയിൽ സിമിലാരിറ്റി വരുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇപ്പോൾ കാഫുവും അത് സ്ഥിരീകരിക്കുന്നു. ഈ പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ നെയ്മർ കളിച്ചിരുന്ന അതേ ബോൾഡ്നെസ്, അതേ ഡ്രിബ്ലിംഗ് കപ്പാസിറ്റി, അതേ നിർഭയത്വം അതുപോലെ തന്നെ ആസ്വദിച്ച് മുന്നോട്ട് പോവുക യമാലും അത് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി കാഫു പറഞ്ഞ ഉപദേശം നമുക്ക് ഓർമ്മിച്ചെടുക്കാം. അതായത് എൻജോയ് ചെയ്ത് നിർത്താതിരിക്കുക, കളി എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.